ഈ ബജറ്റ് വഴി ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ധനകാര്യമന്ത്രി തന്നെ പറയുന്നത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 3 കർത്തവ്യങ്ങളാണ് ഈ ബജറ്റ് വഴി ഞാൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ധനകാര്യമന്ത്രി പറയുന്നത്. അതിൽ ഒന്നാമത്തെ കർത്തവ്യം സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക, മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. രണ്ടാമത്തെ കർത്തവ്യം എന്ന് പറയുന്നത് കപ്പാസിറ്റി, ജനങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് അവരെ വികസനത്തിൽ കൂടുതൽ പങ്കാളികളാക്കി മാറ്റുക. മൂന്നാമത്തെ കർത്തവ്യമായിട്ട് പറയുന്നത് അവർക്ക് വിഭവങ്ങൾ ലഭ്യമാക്കുക, മറ്റ് അമ്യൂണിറ്റീസ് നൽകുക, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പകർന്നു നൽകുക. അങ്ങനെ വികസനത്തിൽ അവർക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുക. അപ്പോൾ ഇങ്ങനെ 3 കർത്തവ്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കർത്തവ്യം പൂർത്തിയാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് വലിയ നിക്ഷേപം നടത്തുകയും ഈ വ്യാവസായിക രംഗത്തൊക്കെ തന്നെ ഒരു 6 പ്രോങ്ഡ് സ്ട്രാറ്റജി, 6 പ്രത്യേക ലക്ഷ്യങ്ങൾ മുൻനിർത്തി വ്യാവസായിക രംഗത്തിന് മാറ്റം ഉണ്ടാക്കുന്നൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും ഗ്രാമവികസനത്തിൻ്റെ കാര്യത്തിലും കാർഷിക രംഗത്തും ഒക്കെ എന്ത് മാറ്റം വരുത്തും, എന്ത് ചെലവ് ചെയ്യൽ നടത്തും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ.